നമസ്കാരം, ഞാൻ ദിനേശാണ്. അടീനിയത്തിൻ്റെ വിത്തുകൾ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം വളരെയധികം വിത്തുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. വിത്ത് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന വിത്ത്, എത്ര വിത്ത് മുളയ്ക്കുമെന്നോ ഏത് കളർ ഉണ്ടാകുമെന്നോ പ്രെഡിക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വിത്താണ് ഈ അടീനിയത്തിൻ്റെ. നമുക്ക് ഇപ്പോൾ പയർ വിത്ത് അല്ലെങ്കിൽ കുമ്പളത്തിൻ്റെ വിത്തൊക്കെ ആണെങ്കിൽ അമർത്തി ഉള്ളിൽ ജസ്റ്റ് അമർത്തിയാലും വിത്തിന് കേടുവരില്ല. അത് അതിന് വെയിറ്റ് ഉണ്ടോ, ഉള്ളിൽ പിന്നെ മുളയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അടീനിയത്തിൻ്റെ വിത്ത് ആരും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് നോക്കരുത് കേട്ടോ. ഒരു ചെറിയൊരു പൾപ്പ് പോലൊരു ഇത് മാത്രമാണ് അതിൻ്റെ വിത്ത്. നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ അത് കേടുവരും. അപ്പോൾ 100 വിത്ത് കൊണ്ടുപോയിട്ട് 2 വിത്ത് മുളച്ച ആൾക്കാരുണ്ട്, 100 വിത്ത് കൊണ്ടുപോയിട്ട് 100 മുളച്ച ആൾക്കാരുണ്ട്, 10 വിത്ത് മുളച്ച ആളുകളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ വിത്തൊക്കെ കൊടുക്കുമ്പോഴേ ഒരു ഗ്യാരണ്ടിയും വിത്തിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇത്രയും കളറുകൾ പൂക്കൾ കാണിച്ചിട്ടാണ് നമ്മൾ വിത്തിനെ പറ്റി പറയുമ്പോൾ ആളുകൾ ചോദിക്കും, അപ്പോൾ അതാ ഒരു സിംഗിൾ പെറ്റൽ, ഇതിൻ്റെ വിത്ത് തന്നെ വേണമെന്ന് പറയും. ഇനി ഇതിൻ്റെ മേലെ വിത്ത് ഉണ്ടായി എന്ന് കരുതുക, ആ വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ ഈ പൂ തന്നെ ഉണ്ടാവണമെന്ന് ഒരു ഉറപ്പില്ല. ചിലപ്പോൾ ഇതിലേറെ ഭംഗിയുള്ള മറ്റൊരു പൂ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭംഗി കുറവെന്ന് പറയില്ല, എല്ലാ പൂവിനും ഭംഗിയുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും നാടൻ കളറുകളാവാം. അപ്പോൾ ഈ വിത്ത് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കവറ് കിട്ടിക്കഴിഞ്ഞാൽ, കവർ അയച്ചു കഴിഞ്ഞാൽ കൊടുക്കാം. പക്ഷേ ഈ സാധാരണ പോസ്റ്റലിൽ അയക്കുമ്പോൾ ഇത് പ്രസ്സായി പോകാൻ സാധ്യതയുള്ളത് നമ്മൾ കൊറിയറാണ് പലപ്പോഴും ചൂസ് ചെയ്യാറ്. കൊറിയർ അയച്ചു കൊടുക്കാനാണ് ചെയ്യാറ്. അപ്പോൾ ആർക്കെങ്കിലും വിത്ത് വേണം എന്നുള്ള ആളുകൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചതിന് ശേഷം കോൾ ചെയ്യണം കേട്ടോ. അവധി ദിവസങ്ങളിലാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ മെസ്സേജിൽ തന്നെ കിടന്നോട്ടെ, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ. അപ്പോൾ അടീനിയത്തിൻ്റെ വിത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഇക്കൊല്ലത്തെ ഈ ആദ്യ ടേമിലെ വിത്തുകളെല്ലാം പൊട്ടിച്ച് കളയുകയാണ് ചെയ്യുക. കാരണം എനിക്കിപ്പോൾ പൂവാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ പല ചെടീൻ്റെ മേലെ ഇവിടെ ഉള്ളതിൽ വിത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിത്ത് നമ്മൾ ആ വിത്തുകളുടെ മുകുളം വരാൻ തുടങ്ങുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് തരും. ചെറിയ വിത്തായാലും പൊട്ടിച്ച് കളയും. പിന്നെ ഇനി പൂവ് കഴിഞ്ഞിട്ട് ഇനി ഏപ്രിൽ ആ ടൈമിലേക്ക് ഉണ്ടാകുന്ന വിത്തുകൾ മാത്രം എടുത്ത് വെക്കാനുള്ള ഇതാണെന്ന് നോക്കുക. അപ്പോൾ കുറച്ച് വിത്തുകളുണ്ട്. ആ കുറച്ച് വിത്തുകൾ ആവശ്യമുള്ള ആളുകൾ മെസ്സേജ് ചെയ്തോളൂ. പല കളറുകളിലുള്ള പൂക്കളുണ്ട് ഇവിടെ. അപ്പോൾ അതിന് ക്രോസ് പോളിനേഷൻ നടന്നിട്ട് നമുക്ക് പലപ്പോഴും ഡിഫറെൻ്റ് കളറുകൾ വരാറുണ്ട് തൈയിന്ന് തന്നെ. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചട്ടിയിൽ നല്ല ഡാർക്ക് റെഡ്, നല്ല ഭംഗിയുള്ള റെഡ് കിട്ടി, ഒരു തൈ. അത് അങ്ങനെ മുളച്ചതാ, ചട്ടിയിൽ അങ്ങനെ നിന്ന് മുളച്ച് വലിയ ചെടിയായപ്പോൾ അതിലുണ്ടായ പൂ നല്ല ഭംഗിയുള്ളൊരു പൂവായി. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ പല കളറിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അതിൻ്റെ വിത്താണ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാതിരിക്കുക. അതാണ് അതിൻ്റെ നല്ല മാർഗം. പക്ഷേ വിത്ത് വാങ്ങണോണ്ട് കുഴപ്പമൊന്നുമില്ല. പല കളറിൻ്റെ എന്ന് പറഞ്ഞിട്ട് വലിയ വില കൊടുത്ത് വാങ്ങിയിട്ട് അത് മുളച്ച് വരുമ്പോൾ ഏകദേശം എല്ലാം ഒരേ കളറാണെങ്കിലുള്ള ബുദ്ധിമുട്ടില്ല. അപ്പോൾ നോർമൽ വിത്തായിട്ട് വാങ്ങുക, ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല കളർ വരട്ടെ. അതാണ് എൻ്റെ തിയറി. അപ്പം ഞങ്ങൾ വിത്ത് വിൽപ്പന ഇനിക്കൊല്ലം അങ്ങനെ കാര്യമായിട്ട് ചെയ്യുമെന്ന് അറിയില്ല. കാരണം നഴ്സറിക്കാർക്കുള്ള വലിയ ഓർഡറുകളാണ്. എന്നാലും വിത്ത് ചോദിക്കുന്ന ആളുകൾക്ക് ഉള്ള സമയത്ത് തരാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ നന്നായി വളർത്തുക. നമ്മളുടെ വീഡിയോയിലുള്ള ഇൻഫർമേഷൻസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.